I cannot believe what I just witnessed. പ്രവചനങ്ങൾക്കൊക്കെ അതീതമായി അങ്ങനെ ആർസണൽ റയൽ മാഡ്രിഡിനെ അടിച്ച് തൂഫാനാക്കിയിരിക്കുകയാണ്. ഒരു ചെൽസി ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് ആർസണലിനെ ഇഷ്ടമേ അല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ മാച്ച് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ പിന്നെ ആർസണൽ ഫാൻസിന്റെ ഫീലിംഗ് ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ. ദിസ് ഇസ് യുവർ മൂമെന്റ്, എൻജോയ് ഇറ്റ്. റിയൽ മാഡ്രിഡ് ഈ മത്സരം തോക്കാനുള്ള 3 കാരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറെ 2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതാവട്ടെ ആദ്യം. അതിലാദ്യത്തേത് മൈൽസ് ലൂയിസ് കെല്ലി. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരം ഒരു ബിഗ് മാച്ച് മെന്റാലിറ്റി തന്റെ ഗെയിമിൽ ഓൾറെഡി കൊണ്ടുവന്നു കഴിഞ്ഞു. മൈൽസ് ലൂയിസ് കെല്ലിയുടെ ആർസണലിലെ ആദ്യത്തെ സീനിയർ സീസൺ ആണിതെന്ന് നമ്മൾ ആരും മറക്കരുത്. എന്നിട്ട് കൂടി ഈ പയ്യന്റെ കോൺട്രിബ്യൂഷൻ ചെറുതൊന്നുമല്ല. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഗോള്, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനെ സീനിയർ ലെവലിൽ റെപ്രസെന്റ് ചെയ്ത ആദ്യ മത്സരത്തിലും മൈൽസ് ലൂയിസ് കെല്ലിക്ക് ഗോള് കണ്ടെത്താനായി. പിന്നെ റയൽ മാഡ്രിഡിനെതിരെയുള്ള ഈ അസിസ്റ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ആർസണലിന്റെ ഹെയ്ലൻഡ് അക്കാഡമിയിൽ നിന്നും മറ്റൊരു താരോദയം കൂടെ ഇന്നലെ അത് ലോകം മുഴുവൻ വിറ്റ്നസ് ചെയ്യുകയും ചെയ്തു. അടുത്തത് എനിക്ക് പറയാനുള്ളത് ലൂയിസ് കെല്ലി അസിസ്റ്റ് നൽകിയ മിക്കൽ മെറീനോയെ കുറിച്ചാണ്. ഒരു പ്രോപ്പർ സെന്റർ ഫോർവേഡ് ഇല്ലാത്തതിന്റെ പ്രശ്നം ആർസണലിനെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് പ്രീമിയർ ലീഗിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മിക്കേൽ ആർട്ടറ്റ കണ്ടുപിടിച്ച ഒരു ടെമ്പററി സൊല്യൂഷനാണ് മിക്കൽ മെറീനോ. മെറീനോനെ പോലെ ഒരു മിഡ്ഫീൽഡറിന് ഈ ഒരു മേക്ക് ഷിഫ്റ്റ് സെന്റർ ഫോർവേഡ് റോൾ കളിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇന്നലത്തെ ഗോൾ ഉൾപ്പെടെ ഈ സീസണിൽ ഉടനീളം ഒരുപാട് ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷനുകൾ മെറീനോ സെന്റർ ഫോർവേഡായി കളിച്ച് ഇതിനോടൊക്കെ നൽകി കഴിഞ്ഞു. ലെസ്റ്ററിനെതിരെ കളി 0-0 നിൽക്കുമ്പോൾ ബെഞ്ചിൽ നിന്നിറങ്ങി ഇരട്ട ഗോൾ അടിച്ച മെറീനോ അതുപോലെ തന്നെ ചെൽസിക്കെതിരെയും വിന്നിംഗ് ഗോൾ നേടിയിരുന്നു. ഈവൻ റയൽ മാഡ്രിഡിനെതിരെ ഇന്നലെ നേടിയ ആ ഗോളും ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. ചാമ്പ്യൻസ് ലീഗിൽ ബെർണബേയുവിൽ റിയൽ മാഡ്രിഡിനെ എഴുതി തള്ളാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു 2-0 ലീഡും 3-0 ലീഡും തമ്മിൽ ഒരു വലിയ സൈക്കോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. മെറീനോ നൽകിയ ആ ഒരു ഡിഫറൻസ് ചിലപ്പോൾ ആർസണലിന് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയി മാറിയേക്കാം. ഇനി നമുക്ക് റയൽ മാഡ്രിഡ് തോക്കാനുണ്ടായ 3ാമത്തെ കാരണം നോക്കാം. ആസ് ഓബ്വിയസ് ആസ് ഇറ്റ് സൗണ്ട്സ്, ഡെക്ലൻ റൈസ്. ഇത് ഏത് കൊച്ചുകുട്ടിയോട് പറഞ്ഞാലും പറഞ്ഞു തരുമെന്ന് എനിക്കറിയാം. പക്ഷേ വെറും 2 ഫ്രീ കിക്ക് ഗോളുകളിൽ മാത്രം റൈസിന്റെ ഈ പെർഫോമൻസിനെ ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ അർത്ഥം ആ ഫ്രീ കിക്ക് ഗോളുകളെ ഞാൻ വില കുറച്ച് കാണുന്നു എന്നല്ല. ലോകത്തിലെ ഒരു ഗോൾ കീപ്പറിനും ആ 2 ഷോട്ടും സേവ് ചെയ്യാനാവില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ റൈസിന്റെ കളിയിലെ ഓവറോൾ ഇമ്പാക്റ്റിനെ കുറിച്ച് എടുത്ത് പറഞ്ഞേ പറ്റൂ. ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ ചെയ്യേണ്ടതെല്ലാം റൈസ് ചെയ്തു. ബോൾ നല്ലോണം മിഡ്ഫീൽഡിൽ നിന്ന് ക്യാരി ചെയ്തു. അതുപോലെ തന്നെ ഫൈനൽ തേർഡിലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ പോക്കറ്റ്സ് ഓഫ് സ്പേസ് റൈസിന് ഒക്യുപ്പൈ ചെയ്യാനായി. റയൽ മാഡ്രിഡിന്റെ ബോക്സിലേക്ക് കൺസിസ്റ്റന്റ് ആയ റണ്ണുകൾ മേക്ക് ചെയ്ത റൈസ് ആ ഫ്രീ കിക്കുകൾ അടിച്ചില്ലെങ്കിലും ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഗോള് കണ്ടെത്തിയേനെ. ചുരുക്കി പറഞ്ഞാൽ ആർസണലിന്റെ എഞ്ചിനായി പ്രവർത്തിച്ച റൈസ് റയൽ മാഡ്രിഡിന് കഞ്ഞി കുടിക്കാനുള്ള വക പോലും ബാക്കി വെച്ചില്ല. 2ാമത്തെ പോയിന്റ്, ഈ പറഞ്ഞ റൈസും തോമസ് പാർട്ടയും ഓഡെഗാർഡും ആർസണലിന്റെ മിഡ്ഫീൽഡിൽ കൊണ്ടുവന്ന എനർജി റയൽ മാഡ്രിഡിന്റെ വജ്രായുധത്തെ തളച്ചു എന്നുള്ളതാണ്. റിയൽ മാഡ്രിഡ് മിഡ്ഫീൽഡിൽ ലൂക്ക മോഡ്രിച്ചിന് വേണ്ട ടൈമോ ജൂഡ് ബെല്ലിംഗമിന് വേണ്ട സ്പേസോ ഈ താരങ്ങൾ നൽകിയില്ല. അതുകൊണ്ട് തന്നെ കിലിയൻ എംബാപ്പയ്ക്കുള്ള സപ്ലൈ കട്ടായി. എംബാപ്പയുടെ പേസ് ഉപയോഗിച്ച് എതിരാളികളുടെ ഡിഫൻസിന്റെ ബാക്കിലുള്ള സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ റയൽ മാഡ്രിഡിന് ആയില്ല. ശരിക്കും ഗബ്രിയൽ മഗാലസ് ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ എംബാപ്പയുടെ ഇങ്ങനത്തെ റണ്ണുകളെ സലീബയ്ക്ക് ഒറ്റയ്ക്ക് ട്രാക്ക് ചെയ്യാനാവുമോ എന്ന് നമുക്കൊരു ആശങ്ക തോന്നിയിരുന്നേക്കാം. പക്ഷേ ബെല്ലിംഗം നൽകിയ ഒരു ചാൻസ് ഒഴിച്ചാൽ വേറെ ഒരു മൊമെന്റിൽ പോലും റയൽ മാഡ്രിഡിന്റെ ഒരു മിഡ്ഫീൽഡറിനും എംബാപ്പയ്ക്ക് ഇങ്ങനെ ഒരു അവസരം നൽകാനായില്ല. എന്റെ അഭിപ്രായത്തിൽ വാൽവർഡെ റയൽ മാഡ്രിഡ് മിഡ്ഫീൽഡിൽ ഒരുപാട് മിസ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു എനർജിയും സ്ട്രെങ്ത്തും ഒക്കെ ഈ ഒരു ആർസണൽ മിഡ്ഫീൽഡിനെ തളയ്ക്കാൻ വളരെ യൂസ്ഫുൾ ആയേനെ. ഈ വാൽവർഡെ മിഡ്ഫീൽഡിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജൂഡ് ബെല്ലിംഗത്തിന് അത്ര ഫ്രീ റോൾ ആയിരുന്നുമില്ല. കുറച്ചുകൂടെ ഓഫ് ദ ബോൾ ഒക്കെ വർക്ക് ചെയ്യേണ്ടി വന്നു, ട്രാക്ക് ബാക്കും ചെയ്യേണ്ടി വന്നു. എന്നിട്ടും പക്ഷേ ബെല്ലിംഗം 2 മൊമെന്റിൽ നല്ല കിടിലൻ പാസിലൂടെ എംബാപ്പയ്ക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി കൊടുത്തു. കുറച്ചുകൂടെ സപ്പോർട്ട് ബെല്ലിംഗമിന് ആ മിഡ്ഫീൽഡിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ സ്കോർ ലൈൻ ഇങ്ങനെ ആയിരുന്നിരിക്കില്ല. പോയിന്റ് നമ്പർ 1 കിടക്കുമ്പോൾ ഈ ഒരു മത്സരത്തിൽ കാർലോ ആഞ്ചലോട്ടി എടുത്ത തീരുമാനങ്ങളിലേക്ക് നോക്കാൻ ഞാൻ ബാധ്യസ്ഥനാവുകയാണ്. എനിക്കിപ്പോൾ ഇത് ഇവിടെ വന്നിരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണെന്നറിയാം. കാരണം ആഞ്ചലോട്ടി എന്തുകൊണ്ട് ഈ മാച്ചിന് ഇങ്ങനെ ഒരു ലൈനപ്പ് ചൂസ് ചെയ്തു എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇൻഫാക്ട് നിങ്ങൾ എന്നോട് ഈ മത്സരത്തിന് മുമ്പ് ഒരു പ്രഡിക്റ്റഡ് ലൈനപ്പ് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാനും ഈ സെയിം ലൈനപ്പ് തന്നെ പിക്ക് ചെയ്തേനെ. ഫെർലാൻ മെൻഡി ഇല്ലാത്തതുകൊണ്ട് തന്നെ ബുക്കായോ സാക്കയെ നേരിടാൻ ആഞ്ചലോട്ടി ഡാവിഡ് അലബയുടെ എക്സ്പീരിയൻസിനെയാണ് ചൂസ് ചെയ്തത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു മാനേജറും അവിടെ ഫ്രാൻ ഗാർസിയനെ കളിപ്പിക്കില്ല.
പക്ഷേ അലബയുടെ പെർഫോമൻസ് റയൽ മാഡ്രിഡിനെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയെന്ന് മാത്രമല്ല, ആർസണലിന് ഒരു വിശ്വാസവും ഉണർവും ഒക്കെ നൽകി. ആർസണൽ ഗോൾ അടിക്കുന്നതിന് മുമ്പ് തന്നെ സാക്ക ആ വിങ് ഡോമിനേറ്റ് ചെയ്ത് 1-2 ക്രോസ് ഒക്കെ വെച്ചിരുന്നു. ഇനി ആ ഫ്രീ കിക്ക് ഗോൾ വന്നില്ലെങ്കിലും സാക്കയുടെ ബൂട്ടിൽ നിന്ന് ഒരു ഗോളോ അസിസ്റ്റോ കാണാനാവും എന്ന് തന്നെയാണ് കളിയിൽ ഉടനീളം എനിക്ക് ഫീൽ ചെയ്തത്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് വാൽവർഡയെ റൈറ്റ് ബാക്ക് കളിപ്പിക്കാൻ ആഞ്ചലോട്ടി എടുത്ത തീരുമാനവും. അവിടെ കാർവഹാൽ ഇല്ല, ലൂക്കസ് വാസ്കസിനെ വിശ്വസിക്കാനും വയ്യ. അപ്പൊ പിന്നെ വാൽവർഡെ ആണല്ലോ സേഫ് ഓപ്ഷൻ. പക്ഷേ വാൽവർഡയുടെ മിഡ്ഫീൽഡിലെ അഭാവം അത് റയൽ മാഡ്രിഡിനെ ഹേർട്ട് ചെയ്തു. എനിക്ക് തോന്നിയത് ആഞ്ചലോട്ടിക്ക് വേണമെങ്കിൽ അസെൻസിയോനെ റൈറ്റ് ബാക്കിലിട്ട് റൂഡിഗറിനെയും അലബേനെയും സെന്റർ ബാക്കുകളാക്കി കമവിംഗനെ ലെഫ്റ്റ് ബാക്കിലിട്ടാൽ വാൽവർഡേനെ മിഡ്ഫീൽഡിൽ കളിപ്പിക്കായിരുന്നു. അതിലൊരു ചെറിയ റിസ്ക് എലമെന്റ് ഉണ്ട് ആൻഡ് ഫോർമേഷൻ ഒന്ന് ചെറുതായിട്ട് മാറ്റേണ്ടിയും വരും. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരുന്നുകൊണ്ട് റയൽ മാഡ്രിഡ് കുറച്ച് സേഫായി കളിച്ച് പണി മേടിച്ച് കൂട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ലെഗ് ബെർണബേയിലാണല്ലോ, അപ്പൊ പിന്നെ ഈ ഒരു മത്സരത്തിൽ ഒരു ഡ്രോ പിടിച്ചാലും കുഴപ്പമില്ലെന്നുള്ളൊരു മെന്റാലിറ്റി റിയൽ മാഡ്രിഡ് പ്ലേയേഴ്സിൽ വന്ന പോലെ ആദ്യത്തെ 25-30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു. ആഞ്ചലോട്ടി അടുത്ത ബ്രസീൽ കോച്ച് ആവും എന്നുള്ള റൂമറുകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടു. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടുത്ത സീസണിൽ റയൽ മാഡ്രിഡിന് ഒരു പുതിയ കോച്ച് അത്യാവശ്യമാണോ? ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ എന്നെ അറിയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് വീഡിയോ മാത്രമല്ല, നമ്മുടെ ചാനലിൽ ഫുട്ബോളിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോയും ചെയ്യാൻ പറ്റണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പോവുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.